നബിവാക്യം. ഒരു യഥാർത്ഥ ദൈവവിശ്വാസിക്ക് മരണശേഷം അയാൾ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്നും നന്മകളിൽ നിന്നും വന്നെത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് അയാൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വിജ്ഞാനം, അതേപോലെ അയാൾ വിട്ടേച്ചു പോയ നല്ല സന്താനങ്ങൾ, വഴിയാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ച സത്രം അല്ലെങ്കിൽ ഭവനം, പൊതുജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കിണറുകൾ, നീർച്ചാലുകൾ, അതേപോലെ അയാൾ നൽകിയ ദാനധർമ്മങ്ങൾ, ഇതൊക്കെ അയാളുടെ മരണശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. ഈ നബിവാക്യത്തിൽ ആദ്യം പറഞ്ഞത് ജനങ്ങൾക്ക് പ്രയോജനകരമായ അറിവും വിജ്ഞാനവും പകർന്നു നൽകിയ പണ്ഡിതനെ കുറിച്ചാണ്. മരണപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും അദ്ദേഹം നടത്തിയ ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെ റെക്കോർഡിങ്ങുകളും ഒക്കെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിക്കാത്ത, അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കാത്ത തലമുറകൾക്ക് അവ പ്രയോജനപ്പെടുകയും ചെയ്യും. അതിനുശേഷം പറഞ്ഞത് നല്ല മക്കളെക്കുറിച്ചാണ്. കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല സന്താനങ്ങൾ, മാതാപിതാക്കളുടെ മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതും പരലോകത്ത് അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അതേപോലെ പരേതൻ തൻ്റെ ജീവിതകാലത്ത് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായി കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ പരലോകത്ത് ഒരു മുതൽക്കൂട്ടായിട്ട് അയാൾക്ക് മാറുകയാണ്. അതിനാൽ ഓരോരുത്തരും തനിക്കാവുന്ന രീതിയിൽ നന്മയിലും പരോപകാര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ മരണാനന്തരം പരലോകത്ത് സ്വർഗീയ ജീവിതം കൈവരിക്കാനാകുമെന്നാണ് ഈ നബിവാക്യം നമ്മെ പഠിപ്പിക്കുന്നത്.